കേരളത്തിന്റെ കലാ സാംസ്കാരിക മണ്ഡലത്തെ ആകെ കണ്ണീരിൽ അണിയിച്ചുകൊണ്ട് കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞ KPSC ലളിതയെന്ന മഹാനടിയുടെ വിയോഗം കായംകുളത്തിന് പരിഹരിക്കാനാവാത്ത നഷ്ടമാണ്. കായംകുളം രാമപുരത്ത് കടയ്ക്കൽ തറയിൽ അനന്തൻ നായരുടെയും ഭാർഗവി അമ്മയുടെയും മകളായാണ് ലളിത ജനിച്ചത്. ലളിതയെ കലാകേരളത്തിന്റെ നെറുകയിലെത്തിച്ചത് കായംകുളം KPSC ആണ്. ഇനി റോസാച്ചെടികൾ വേണോ? ഇവിടെ ഒരുപാടുണ്ട്. വേണ്ട, തന്നതിന്ന് ഞാനൊരു പൂങ്കാവനം ഉണ്ടാക്കി തുടങ്ങി. ഞാൻ മരിച്ചുപോയ എന്നെ ഓർക്കുമോ? പ്രിയപ്പെട്ട നാരായണി, മരണത്തെപ്പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. ആരെപ്പ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ഓണാട്ടുകരക്കാരിയുടെ വാമൊഴി വഴക്കവും വ്യക്തിസത്തയുമൊക്കെ മലയാളത്തിന്റെ വെള്ളിത്തിരയിലെത്തിച്ച് വിസ്മയം തീർത്ത കായംകുളത്തുകാരിയാണ് കേരളത്തിന്റെ കലാ സാംസ്കാരിക മണ്ഡലത്തെ ആകെ കണ്ണീരണിയിച്ചുകൊണ്ട് കാലയവനികയ്ക്കുള്ളിലേക്ക് മറിഞ്ഞിരിക്കുന്നത്. KPSC ലളിത എന്ന മഹാനടി വിടവാങ്ങുമ്പോൾ പകരം ചൂടാൻ ആരുമില്ലാത്ത അഭിനയരാജ്ഞിയുടെ രജത കിരീടം ബാക്കിയാകുന്നു. കായംകുളം KPSC എന്ന ജനകീയ നാടക പ്രസ്ഥാനത്തിലൂടെ കലാകേരളത്തിന്റെ നെറുകയിലേക്ക് എത്തിയ ലളിത എന്ന അഭിനേത്രി അനായാസ അഭിനയ പാടവത്തിന്റെ, ശാരീരത്തിന്റെ വിളംബരത്തിൽ അനിവാര്യമായ താളബോധത്തിന്റെ, പാത്രസൃഷ്ടിയെ പരിപോഷിപ്പിക്കുന്ന ഭാവ ആവാഹനത്തിന്റെ, കഥാഗതിയെ നേർവഴിക്കാക്കുന്ന സംഭാഷണ ചാതുര്യത്തിന്റെ ഒക്കെ കലാ പാഠപുസ്തകമാണ്. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയോ ചേട്ടാ? തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. ചേട്ടാ, ചേട്ടന്റെ പേര് നാരായണൻ എന്നല്ലേ? എന്റെ പേര് ഓമന. നാരായണനും ഓമന. മിസ്സസ് ഓമന നാരായണൻ. നല്ല ചേർച്ച. കായംകുളം രാമപുരത്ത് കടക്കൽ തറയിൽ അനന്തൻ നായരുടെയും ഭാർഗവി അമ്മയുടെയും മകളായി 1947 ഫെബ്രുവരി 25 ലളിത എന്ന മഹേശ്വരി അമ്മ ജനിച്ചത്. സ്കൂൾ കാലം മുതൽ നൃത്തത്തിലായിരുന്നു ലളിതയ്ക്ക് താല്പര്യം. രാമപുരത്തെ സ്കൂളിൽ വെച്ചാണ് ആദ്യമായി നൃത്തവേദിയിൽ കയറിയത്. എക്കാലത്തെയും മികച്ച വിപ്ലവഗാനമായ പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളേക്ക് ചുവടുവെച്ചുകൊണ്ടായിരുന്നു തുടക്കം. 10ാം വയസ്സിൽ നൃത്ത പഠനത്തിൽ നിന്നും ചങ്ങനാശ്ശേരി ഗീത എന്ന നാടക സംഘത്തിന്റെ ബലി എന്ന നാടകത്തിലൂടെ KPSCയിലേക്ക് എത്തി. KPSCയിൽ എത്തിയതിനു ശേഷമാണ് മഹേശ്വരി KPSC ലളിതയാതികളിൽ KPSC ലളിത ശ്രദ്ധ നേടി. ആദ്യകാല ഗായിക കൂടിയായിരുന്നു ലളിത. KPSCയുടെ മൂലധനം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയ നാടകങ്ങളിൽ പാടി അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് സ്വയംവരം, അനുഭവങ്ങൾ, പാളിച്ചകൾ, കൂട്ടുകുടുംബം, ശരശിയ, തുലാഭാരം തുടങ്ങിയ പ്രശസ്ത നാടകങ്ങളിലും അഭിനയിച്ചു. തോപ്പിൽ ഭാസിയുടെ കൂട്ടുകുടുംബം എന്ന നാടകം 1969 KS സേതുമാധവൻ സിനിമയാക്കിയപ്പോൾ അതിലൂടെയായിരുന്നു ലളിത സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. 550-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നാടകത്തിലൂടെ അഭിനയരംഗത്തെത്തി നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. 2 പ്രാവശ്യം മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ലളിത നേടി. ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചു. പുരസ്കാരം ലഭിച്ച കഥ തുടരും എന്നതാണ് ആത്മകഥ. കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സണായി പ്രവർത്തിച്ചിട്ടുണ്ട്. യമുനാറാണിയുടെ ചേച്ചിയാ? ആയ. ആയ? അപ്പൊ ഹിന്ദി അറിയാല്ലേ? അച്ഛി മേ കൗസല്യാഹും. അന്തരിച്ച സംവിധായകൻ ഭരതനാണ് ഭർത്താവ്. മക്കൾ ശ്രീകുട്ടി, സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ ഭരതൻ എന്നിവർ മക്കളാണ്. KPSC ലളിതയുടെ വിടവാങ്ങൽ സാംസ്കാരിക കേരളത്തിന് തന്നെയല്ല, കായംകുളത്തിന് തന്നെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദരാഞ്ജലികളോടെ കൾച്ചറൽ ഡെസ്ക്.